ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻസെൻസു എപ്പിസോഡ് 5 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോധം വരുന്ന നയോന താനിപ്പോൾ യുൻഹോയുടെ ശരീരത്തിലാണ് ഉള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ ഇവളുടെ കിളി ശരിക്കും പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നതും അങ്ങോട്ട് വരുന്ന ഡോക്ടറോട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിനൊരു ചെറിയ കംപ്ലൈൻ്റ് ആയി വന്നതാ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്ന ഡോക്ടറോട് യുൻഹോയ്ക്ക് എന്ത് പറ്റിയെന്നല്ല ചോദിച്ചത്, നയോനയ്ക്ക് എന്താ പറ്റിയെന്ന് ഇവൾ ചോദിക്കുന്നതും ഇവളെന്ന് പറയുന്നത് ഇതിപ്പോൾ യുൻഹോയല്ലല്ലോ നയോനയാണല്ലോ, അപ്പോൾ ഇനി മുതൽ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അന്ന് രാത്രി തന്നെ നയോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ICUലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇവൾ അങ്ങോട്ട് ഓടുന്നതും ICUയിൽ കിടക്കുന്ന തന്റെ സ്വന്തം ശരീരത്തെ കുറച്ച് അകലെ നിന്ന് നോക്കി കാണാൻ മാത്രമേ ഇവൾക്ക് കഴിയുള്ളൂ. അന്ന് രാത്രി അപ്പോ നയോന മരിച്ചു എന്ന് ഇവള് പറയുന്നതും ആ ടൈമിലാണ് യുൻഹോയുടെ കയ്യിൽ ഒരു പാട് ഇവള് കാണുന്നത്. അതായത് ഇവൾ ആ കില്ലറിനെ പ്രതിരോധിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ വരുത്തിയ അതേ പാട് ഇപ്പൊ യുൻഹോയുടെ കയ്യിൽ കാണുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇവള് ഡോക്ടറെ കാണുമ്പോൾ ഇവരിപ്പോ ഒരു മാസമായിട്ട് കോമയിലായിരുന്നു. CT സ്കാനും MRI സ്കാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും താനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഇവള് ശരിക്കും നയോനയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവളുടെ കാര്യം അറിയാനാണ് താല്പര്യം. നയോനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഈ ഡോക്ടറാണെങ്കിൽ അവരുടെ ഗാർഡിയന് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും ആ ടൈമില് താൻ ഗാർഡിയൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവള് പറയുന്നുണ്ട്, ആങ്സൈറ്റിക്ക് നയോന ഒരു മരുന്ന് കഴിച്ചിരുന്നില്ലേ, അത് ഡോക്ടറല്ലേ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്, ഇത് മറ്റാർക്കും അറിയില്ലല്ലോ, ഞാൻ അവളുടെ ഗാർഡിയൻ ആണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം പോരെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അവളുടെ ഗാർഡിയൻ ആണെങ്കിൽ തന്നെ അവളുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതെനിക്ക് തരാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതെടുത്തു കൊടുക്കുന്നതും പിന്നീട് ഇവള് കാറിൽ പോകുന്ന ടൈമില് മൊബൈൽ അടിച്ചു നോക്കുന്നുണ്ട്, ഈ ആത്മാക്കള് ശരീരത്തിൽ നിന്ന് ചേഞ്ച് ചെയ്യൂ എന്നൊക്കെ. അതൊക്കെ ഫാന്റസി സീരീസുകളിൽ മാത്രം നടക്കുന്ന കാര്യമല്ലേ, ഈ നൂറ്റാണ്ടിൽ അതൊക്കെ സംഭവിക്കൂ എന്ന് ചോദിച്ച് വെറൈറ്റി കമന്റ്സ് ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടൈമില് കാറിൽ ന്യൂസിൽ ഇവള് കേൾക്കുന്നുണ്ട്, സെങ്സ് ഗ്രൂപ്പിലെ മാർക്കറ്റിംഗ് മാനേജറായ നയോനയുടെ അപകടം അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ എന്ത്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിരുന്നു, അപ്പോ എന്റെ ആ അപകടം ഇവര് സൂയിസൈഡ് ആക്കി മാറ്റിയോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഇവളുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അത് നയോനയുടെ ഫോൺ തന്നെയായിരിക്കും. അതിൽ ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരിക്കുക ഒരു എമർജൻസി നമ്പർ ആയിരിക്കും. എന്നാൽ ഇവൾ ആ നമ്പറിൽ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവള് ചിന്തിക്കുന്നുണ്ട്, ആ കില്ലറാണോ അതോ മറ്റാരെങ്കിലും ആണോ ഈ നമ്പറിൽ വിളിച്ചതെന്ന്. ഇവളാണെങ്കിൽ പിന്നീട് സ്വന്തം ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇവളിപ്പോ യുൻഹോയുടെ ശരീരത്തിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവിടേക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞയക്കുന്നതും അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഇവള് യുൻഹോയുടെ ഐഡന്റിറ്റി കാർഡിൽ അഡ്രസ്സ് തപ്പി ഇറങ്ങുന്നുണ്ട്. ഇവന്റെ വീടാണെങ്കിലോ ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് ഇവളങ്ങ് നടന്ന് വലയുന്നതും ഇവനിത് എവിടെ വീട് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീടിന്റെ ഉള്ളിൽ കയറുന്നതും അവിടെ മൊത്തം ചെടികളൊക്കെ വളർത്തുന്നത് കാണുമ്പോൾ കൊള്ളാലോ എന്ന് ഇവള് പറയുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ അത് ലോക്കായിരിക്കും. ലോക്ക് തുറക്കാൻ വേണ്ടി ഇവന്റെ ഐഡന്റിറ്റി കാർഡിലുള്ള ചില നമ്പേഴ്സ് മാറ്റി മറിച്ച് ഇവള് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇവന്റെ ഫോൺ നമ്പർ നോക്കുന്നുണ്ട്. അവസാനം ഇതൊന്നും ശരിയാവാതെ വരുമ്പോൾ ജസ്റ്റ് ഇവള് വെറുതെ ഒന്ന് 00 അടിച്ചു വിടുകയാണ്. ആ ടൈമിൽ ഡോർ ഓപ്പൺ ആകുന്നതും ഇവൻ മണ്ടനാണോ, ആരെങ്കിലും ഇതുപോലത്തെ കോഡ് വെക്കോ എന്ന് ചിന്തിക്കുന്നുണ്ട്. റൂമിലാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവളൊന്ന് പേടിക്കുന്നുണ്ട്. അതിനുശേഷം ലൈറ്റ് ഒക്കെ ഓൺ ആക്കി അവിടെ കിടക്കുന്ന ഒരു ഷർട്ട് മനസ്സില്ലാ മനസ്സോടെ ഇവൾ എടുത്തിടുന്നുണ്ട്. ഈ ഡ്രസ്സൊക്കെയാണ് ഇവൻ ഇടുന്നത് എന്ന് ഇവള് ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവള് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളൊക്കെയാണല്ലോ യൂസ് ചെയ്യാറ്. ഇവളാണെങ്കിൽ യുൻഹോയുടെ കയ്യിലെ പാട് കാണുമ്പോൾ ഇവന്റെ കയ്യില് ഈ പാടെങ്ങനെ വന്നു, ഇനി ഇവൻ എങ്ങാനും ആയിരിക്കും എന്ന് ആലോചിക്കുന്നതും ആ ടൈമില് അവിടെ കറന്റ് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവൾക്കൊന്ന് ടെൻഷൻ ആകുന്നതും ഇവള് നോക്കുമ്പോൾ അവിടെ ആ യൂണിയൻ നേതാവിനെയാണ് കാണുന്നത്. ഇയാളായിരിക്കോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഇവള് ചിന്തിക്കുന്നതും അതിനുശേഷം ഇവൾക്ക് അവിടെ നാമിനെയും യൂമിയെയും ഡയറക്ടറിനെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കോ എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചത്, ഇനി അതുമല്ല യുൻഹോ ആയിരിക്കോ എന്ന് പറഞ്ഞ് ഇവള് കണ്ണാടിയിൽ നോക്കി നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് പ്ലാൻ ചെയ്തിട്ട് എന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ് എന്നിവള് പറയുന്നതും ആ ടൈമില് കറന്റ് വരുമ്പോൾ ഇവളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇവളുടെ ബോഡിയിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. ഉള്ളില് ടെൻഷൻ ഉണ്ടെങ്കിലും ബോഡിയിൽ ചേഞ്ചസ് വരാത്തത് ഒരുപക്ഷെ ഇത് യുൻഹോയുടെ ബോഡി ആയതുകൊണ്ടാകാം എന്ന് ഇവള് ചിന്തിക്കുന്നതും പിന്നീട് ഇവള് കിടന്നുറങ്ങുന്നതുമാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവൾക്ക് മതിയായി ഉറക്കമൊന്നും വരാതെയാണ് ഇവൾ എണീക്കുന്നത്. അതിനുശേഷം ഡ്രസ്സൊക്കെ നോക്കുന്ന ടൈമില് ഈ ഡ്രസ്സസ് ഒന്നും ഇവൾക്ക് പിടിക്കുന്നില്ല. ഇവൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്, എന്ത് ഫാഷൻ സെൻസ് ഉള്ളതെന്ന് പറയുന്നതും അപ്പോഴാണ് ഇവൾ അവന്റെ ക്രെഡിറ്റ് കാർഡ് അവിടെ കാണുന്നതും ഇവൾ അത് ചൂണ്ടുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നല്ല അടിപൊളി സ്യൂട്ടൊക്കെ ഇട്ടിട്ട് യുൻഹോ അതായത് നയോന ഓഫീസിലേക്ക് ചെല്ലുന്നതും ഇത് കാണുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഇത് യുൻഹോയല്ലേ, ഇവനെന്നാ ബോധം വന്നത്, അല്ല ഇവൻ അണ്ടർഡോഗ് ടീമിൽ എടുത്ത കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും മിസ്റ്റർ ചായും ഇതുപോലെ അത്ഭുതത്തോടെ ഇവനെ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഓഫീസിലെ സ്ക്രീനിൽ യുൻഹോയുടെ പേര് അണ്ടർഡോഗ് ടീമിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. അതുപോലെ പുതിയ മാനേജർ എന്ന പൊസിഷനിലെ യൂമിയുടെ പേര് കാണുമ്പോൾ
കൊള്ളാലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് ഇവള് പറയുന്നതും മിസ്റ്റർ ചായും അയാളുടെ സ്റ്റാഫ്സ് ഒക്കെ കൂടി ഓഫീസിൽ നിന്ന് പുറത്തു വരുമ്പോ ഇതേ സ്ക്രീന് ഇവരും കാണുന്നുണ്ട്. നയോന മാഡത്തിന്റെ കാര്യം ഇതുവരെ എന്താന്ന് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴേക്കും യൂമിയെ മാർക്കറ്റിംഗ് മാനേജറായി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ മറ്റൊരാളാണെങ്കിൽ അത് മാത്രല്ല, നയോന മാഡത്തിന്റെ സ്റ്റാഫിനെ എല്ലാവരെയും അണ്ടർഡോഗ് ടീമിലേക്ക് മാറ്റി. അവരെല്ലാരും തന്നെ റിസൈൻ ചെയ്തു. അണ്ടർഡോഗ് ടീമിലേക്ക് പോകുന്നതിനേക്കാൾ ഭേദം ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത് എന്ന് പറയുന്നതും, പക്ഷേ ഒരാൾ മാത്രം റിസൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് സ്ക്രീനിൽ ചൂണ്ടിക്കാട്ടുന്നത് യുൻഹോയുടെ പേരാണ്. അതായത് യുൻഹോ മാത്രമാണ് ഇപ്പൊ ഇവളുടെ കീഴിലുള്ള സ്റ്റാഫില് അണ്ടർഡോഗ് ടീമിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് വരുന്ന യുൻഹോയാണെങ്കിൽ അല്ല, ഈ അണ്ടർഡോഗ് ടീമിലേക്ക് പോകുന്നതിന് പകരം ഇവരെന്തിനാ റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടേക്കൊക്കെ ആരെങ്കിലും പോവോ, അവിടെ പോയ കരിയറിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകൂ എന്ന് പറയുന്നതും പെട്ടെന്നാണ് ഇവരിത് യുൻഹോയാണല്ലോ എന്ന് ശ്രദ്ധിക്കുന്നതും മിണ്ടാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നതും. ഇവളാണെങ്കിൽ എനിക്കിവിടെ നിന്നല്ലേ മതിയാവൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് യൂമി, ഞാൻ ഹെഡ് ഓഫീസിലേക്ക് പോവുകയാണ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങണം, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ആ ലേഡി സിഇഒയോട് ചോദിക്കുമ്പോൾ അവരൊന്നും തിരിച്ചു മിണ്ടുന്നില്ല. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന യൂമിയാണെങ്കിൽ ദേഷ്യത്തില് ആ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതും യുൻഹോയെ കാണുന്നുണ്ട്. നീ ആ നയോനയുടെ ബോയ് ഫ്രണ്ട് അല്ലേ, നിനക്കെപ്പോഴാ ബോധം വന്നത്? നയോനയ്ക്ക് ആ ഇൻസിഡന്റ് പറ്റിയ അന്ന് തന്നെ നിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തല്ലോ, അപ്പൊ ശരിക്കും നിങ്ങൾ റിലേഷനിലായിരുന്നു എന്ന് ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തില് എന്താ അന്ന് ശരിക്കും സംഭവിച്ചത്, നീയാണോ അത് നയോനയോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ യൂമിയാണെങ്കിൽ പതുക്കെ, സത്യം പറഞ്ഞ് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവളായിട്ട് ചെയ്തില്ലേ, അതെന്തുകൊണ്ടും നന്നായി എന്ന് പറഞ്ഞ്, നീ ഇവിടുത്തെ സ്ഥിരം എംപ്ലോയി ആയി എന്ന് വിചാരിച്ച് റെസ്പെക്ട് ഇല്ലാതൊന്നും പെരുമാറരുത്, നല്ല റെസ്പെക്റ്റോട് കൂടി പെരുമാറണം എന്ന് പറഞ്ഞ് ദേഷ്യത്തില് ഇവള് നേരെ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജറുടെ, അതായത് നയോനയുടെ ഓഫീസിലേക്കാണ്. ഇനി മുതൽ അത് അവളുടെ ഓഫീസാണല്ലോ. ഇതെല്ലാം കാണുന്ന നയോനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. യൂമിയാണെങ്കിൽ സന്തോഷത്തില് ആ ഓഫീസിൽ ചെന്നിരിക്കുന്നതും അതിനുശേഷം ആരെയോ ഫോൺ വിളിച്ച്, ഞാനിനി നയോനയെ പറ്റി ആലോചിച്ച് വറീഡ് ആവേണ്ടല്ലോ, അവളെങ്ങാനും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാ പിന്നെ നീയും ഞാനും തീർന്നു എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് യുൻഹോയാണെങ്കിൽ അവന്റെ കൊളീഗ്സുമായി ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ ഇവന്റെ കൊളീഗ്സ് പറയുന്നുണ്ട്, എന്നാലും നയോന മാഡത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് മതിയായിരുന്നു പുതിയ മാനേജറായ യൂമിയെ തെരഞ്ഞെടുക്കല്, ഇതിപ്പോ എന്തോ പോലെയായി എന്ന് ഇവർ പറയുന്നതും ഇത് കേൾക്കുന്ന യുൻഹോയാണെങ്കിൽ ശരിയാ, ഇതൊക്കെ കാണുമ്പോൾ ആരോ പ്ലാൻ ചെയ്ത പോലെയാണെന്ന് യുൻഹോ പറയുന്നത് കേട്ട്, യുൻഹോ നീ ആകെ മാറിപ്പോയി, എന്ത് കൂളായിട്ടാ സംസാരിക്കുന്നേ, സ്ഥിരം ജോലിക്കാരനായി നിന്നെ സെലക്ട് ചെയ്തപ്പോ നീ ഇത്രയ്ക്കും മാറിയോ എന്ന് ഈ ഗേള് ചോദിക്കുന്നുണ്ട്. അതായത് സംഭവം ഇത് യുൻഹോയുടെ ബോഡിയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ആരാ, നയോനയല്ലേ, ആളുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും അങ്ങനെ വിടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ നടത്തത്തിലും ഇവന്റെ സംസാരത്തിലൊക്കെ നയോനയുടെ ആറ്റിറ്റ്യൂഡാണുള്ളത്. മെയിൽ കൊളീഗ് ആണെങ്കിലോ അപ്പൊ പറയുന്നുണ്ട്, ട്രെയിനി ആയ നീ എന്തായാലും സ്ഥിരം എംപ്ലോയി ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ലോ നീ അണ്ടർഡോഗ് ടീമിലേക്ക് പോകുമെന്ന്, ഇതിപ്പോ അതുപോലെ ആയില്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നിങ്ങൾ അവനോട് അങ്ങനെ പറഞ്ഞു എന്നാണ് നയോന ചോദിക്കുന്നത്. എന്തായാലും നിനക്ക് നല്ല വിവരമുണ്ടെന്ന് ഇവള് പറയുമ്പോൾ ഇവനിത് എന്താ പറ്റി, നമ്മൾ ഇവനെ പറ്റിയല്ലേ സംസാരിക്കുന്നതെന്ന് കൊളീഗ് പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ നീ അണ്ടർഡോഗ് ടീമിലേക്കല്ലേ പോകുന്നത്, അവിടെ പ്രധാനമായിട്ട് 3 ആൾക്കാരുള്ളത്, അവിടുത്തെ A to Z വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ആള് മിസ് ലീ ആണ്. 15 വർഷമായിട്ട് ആൾ ഈ കമ്പനിയിലുണ്ട്. പക്ഷെ ആളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആൾ ഈ സാധനങ്ങൾ നന്നായി മോഷ്ടിക്കും. ഓഫീസിലുള്ള ഫുഡും സ്റ്റേഷനറിയും എന്തിന് ഇലക്ട്രിസിറ്റി വരെ മോഷ്ടിക്കും. ഇതൊക്കെ ആദ്യം ഇവർ കണ്ടില്ല എന്ന് വെച്ചു, കാരണം കുറെയൊക്കെ ആളുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഒരു ഇവന്റ് സമയത്ത് ഇവന്റിന്റെ ആവശ്യമായിട്ടുള്ള എന്തോ ഒരു സാധനം മോഷ്ടിച്ചതിന്റെ പേരിലാണ് ആളെ അപ്പ തന്നെ അണ്ടർഡോഗ് ടീമിലേക്ക് തട്ടിയത് എന്ന് പറയുന്നതും. രണ്ടാമത്തെ ആള് മിസ്റ്റർ ലെക്സ് ആണ്. ആളൊരു ഗേ ആണ്. ആളുടെ ഡ്രസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തതാണ്. ചില ആളുകൾ പറയുന്നത് ആൾ ഈ ബാറിൽ പെണ്ണുങ്ങളുടെ വേഷം കിട്ടിയിട്ട് പാടാൻ പോകുന്നുണ്ടെന്നാ. പിന്നെ ഡ്രസ്സിന്റെ കാര്യം അതൊരാളുടെ ഇഷ്ടല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ക്ലയന്റിനെ കാണാൻ പോകുമ്പോഴെങ്കിലും ഒരു ഡ്രസ് കോഡ് വേണ്ടേ, അത് തെറ്റിച്ചതിന്റെ പേരിലാണ് ആളെ അണ്ടർഡോഗ് ടീമിലേക്ക് മാറ്റിയതെന്ന് ഇവർ പറയുന്നതും ഇത് മുന്നത്തെ ഒരു സീനിൽ കാണിച്ചിരുന്നു. അതായത് ഇവൾ അണ്ടർഡോഗ് ടീമിലേക്ക് ലെക്സിനെ മാറ്റുന്നത് ആ ആള് തന്നെയാണ് ഇത്. മൂന്നാമത്തെ മെമ്പർ ജെന്നി എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ കൊച്ച ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ ഫുൾ ടൈം ഓൺലൈനിലായിരിക്കും. അതും കൊഞ്ചിട്ട സംസാരം, മീറ്റിംഗ് ഒന്നും കാര്യമാക്കി എടുക്കുകയില്ല. ഒരു മീറ്റിംഗിന്റെ ഇടയിൽ വെച്ച് കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയതിന്റെ പേരിലാണ് അവളെ അണ്ടർഡോഗ് ടീമിലേക്ക് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും ചിരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇതൊക്കെ നിങ്ങളെയൊക്കെ നന്നായി എനിക്കറിയാം, കാരണം ഞാനല്ലേ അവര് 3 പേരെയും അണ്ടർഡോഗ് ടീമിലേക്ക് മാറ്റിയത് എന്ന് പറയുന്നതും ഇവര് 3 പേരും നയോനയും തമ്മിലുള്ള ആ ഇൻസിഡന്റ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവള് ന്യൂസിൽ കാണുന്നത് നയോനയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല, അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയാണെന്നുള്ള രീതിയിൽ ഇവർ ആ കേസിനെ മാറ്റുന്നതും. പിന്നെ ആ ഷൂ ഫാക്ടറി അതിപ്പോ ഒന്നും ചെയ്യാതെ അവിടെ വെറുതെ കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതിനുശേഷം ഇവള് ടോയ്ലറ്റിൽ പോകാൻ നോക്കുമ്പോൾ ഇവൾക്ക് മെൻസ് ടോയ്ലറ്റിലല്ലേ പോകാൻ പറ്റൂ. ഇവളാണെങ്കിൽ ഒരു സാനിറ്റൈസർ എടുത്ത് കയ്യിലൊക്കെ നന്നായി പൂശുന്നുണ്ട്. നെക്സ്റ്റ് സീനില് ഇവരുടെ ഹെഡ് ഓഫീസില് യൂമിയെ പുതിയ മാർക്കറ്റിംഗ് മാനേജറായി തെരഞ്ഞെടുത്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതും ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ
ആണെങ്കിൽ പ്രസംഗിക്കുന്ന ടൈമിൽ നയോനയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഈ സ്ഥാനത്ത് എത്തിയല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് നന്നായി പരിശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പീച്ച് എന്നതും ഇത് കാണുന്ന ഡയറക്ടർ ആണെങ്കിൽ പുതിയ മാനേജർ കൊള്ളാലേ എന്ന് പറയുമ്പോൾ അവിടെ ലേഡി CEO പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെയുള്ള ഈ അപ്പോയിന്റ്മെന്റ് ആൾക്കാർക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഡയറക്ടർ ഇത് മൈൻഡ് ആക്കുന്നേ ഇല്ല. പിന്നീട് യൂമി ഓരോരുത്തരോട് താങ്ക്സ് പറയുമ്പോൾ CEO ആണെങ്കിൽ ഇവിടെ മൈൻഡ് ചെയ്യാതെ പോകുന്നതും നിങ്ങൾ ഈ പരിപാടിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്താ ചെയ്യാ, നയോൻ ഇവിടെ ഇല്ലാതെ പോയി എന്ന് വിഷമത്തിൽ പറയുന്ന യൂമിയെ നോക്കി അവൾ എന്തായാലും ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് CEO പറയുകയാണ്. ഇത് കേൾക്കുന്ന യൂമിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൾ ജീവിതത്തിലേക്ക് ഇപ്പോഴും തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഈ പൊസിഷനിൽ വന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ, അവളുണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ഞാനാ സോൾവ് ആക്കിയത് എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ CEO ഇവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നതും അങ്ങോട്ട് വരുന്ന ഡയറക്ടർ ആണെങ്കിൽ ഈ പവർ ഒന്നും ഇല്ലാത്ത ഈ സ്ത്രീ ആയിട്ട് എന്തിനാ നീ വഴക്കിടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ആ അണ്ടർഡോഗ് ടീമിലെ ആൾക്കാരെ കൊണ്ട് വലിയ ഉപകാരമില്ലെങ്കിൽ അവരെ അങ്ങ് പറഞ്ഞയച്ചൂടെ എന്നും ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് നയോനയാണെങ്കിൽ ഇവളുടെ പണ്ടത്തെ ഓഫീസിലേക്ക് വരുന്നതും ആ ടൈമില് യൂമിയുടെ ടേബിളിൽ ഇവളും XU ബ്യൂട്ടിയുടെ CEO ആയിട്ട് അന്ന് ഹോട്ടലിൽ വെച്ചുണ്ടായ ആ പിക്ചേഴ്സ് ആണ് അവിടെ കാണുന്നത്. അങ്ങോട്ട് വരുന്ന യൂമിയോടാണെങ്കിൽ ഇവള് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവർ അറിയാൻ്റെ ഫോട്ടോ എടുക്കുന്നത് തെറ്റല്ലേ എന്ന്. അപ്പോൾ യൂമിയാണെങ്കിൽ അതിന് ഞാൻ എടുത്താലല്ലേ തെറ്റ്, ഇതൊന്നും ഞാൻ എടുത്തതല്ലല്ലോ എന്ന് ചോദിക്കുന്നതും മറ്റൊരാളുടെ പൊസിഷൻ ഇങ്ങനെ തട്ടിയെടുക്കുന്നത് മോശമല്ലേ എന്ന് ഇവളുടെ ചോദ്യം കേട്ട് നീ ആള് കൊള്ളാലോ, നിന്നെ നയോന ആ ഇൻസിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ പിരിച്ചുവിട്ടത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എന്നിട്ട് നിന്നെ ഒരു സ്ഥിരം എംപ്ലോയി ആയി അണ്ടർഡോഗ് ടീമിലേക്ക് നിയമിച്ചത് ഞാനാണ്, എന്നിട്ട് നീ അവളുടെ സൈഡ് പറയാതെ മര്യാദയ്ക്ക് എന്റെ സൈഡിൽ നിൽക്കുന്നതാണ് നല്ലത്. അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ, അവളുടെ ബോയ് ഫ്രണ്ട് ആണോ, എന്താ നീ അവളുടെ കൂടെ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയോനയാണെങ്കിൽ എന്താ നീ അങ്ങനെ കിടന്നിട്ടാണോ ഇതുപോലത്തെ റിലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് യൂമി അവിടെ ഡയറക്ടേഴ്സുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ചോദിക്കുന്നുണ്ട്. യൂമിക്കാണെങ്കിൽ അപ്പൊ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നീ വല്ലാതെ ഡയലോഗ് അടിക്കാതെ നിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കി വെച്ച ഈ പ്രോബ്ലം അങ്ങ് ചെന്ന് തീർക്കെന്ന് പറഞ്ഞ് ആ ഷൂ ഫാക്ടറിയുടെ കേസ് എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവൻ പോകുന്ന ടൈമിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ആഴ്ച മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ നിങ്ങളുടെ അണ്ടർഡോഗ് ടീമിന്റെ വീക്കിലി റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണമെന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ യുൻഹോയാണെങ്കിൽ കൂളായി പിന്നെന്താ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ പിന്നീട് ആ ഷൂ ഫാക്ടറിയിലേക്ക് എത്തുന്നതും അവിടെ പോലീസൊക്കെ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവൻ അതൊക്കെ കളഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതും അന്ന് നയോനയെ ആ യൂണിയൻ നേതാവ് ഒരു കത്തി കാണിച്ച് പേടിപ്പിച്ചില്ലേ, ആ കത്തി ഇവൾക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. ഇവളത് എടുക്കുന്ന ടൈമില് ഒരാൾ അങ്ങോട്ട് വന്ന് ഇവളുടെ കുത്തിനിട്ട് പിടിക്കുകയാണ്. അത് വേറെ ആരും ആയിരിക്കില്ല, ആ യൂണിയൻ നേതാവ് തന്നെയായിരിക്കും. നീ എന്താ ഇവിടെ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഇവള് ശ്രദ്ധിക്കുന്നത് മറ്റൊന്നായിരിക്കും. അതായത് ഈ യൂണിയൻ നേതാവിന്റെ കയ്യിലും അന്ന് ആ കില്ലറിന്റെ കയ്യിൽ പറ്റിയ അതേ മുറിവുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ ഇതും കണ്ട് ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്.